ജോർജ്, നിങ്ങൾ അതായത് ബി.ജെ.പിയും കോൺഗ്രസും തമ്മിൽ നടത്തുന്ന കൂട്ടുകൃഷി അതിനിവിടെ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത് എന്നാണ് ശ്രീ വി വസീഫ് പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടുകൃഷിയും നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും കൊണ്ട് ഒരു പെൺകുട്ടിയെ, ശ്രീ വി വസീഫ് ഉപയോഗിച്ച വാക്കാണ് കേട്ടോ, ശ്രീമതി ടി വീണയെ അങ്ങനെ പെൺകുട്ടി എന്ന് ഞാൻ വിളിച്ചു, കുറച്ച് കണ്ടു, അധിക്ഷേപിച്ചു എന്നൊന്നും പറഞ്ഞേക്കരുത്. നമ്മുടെ തിരുവനന്തപുരം മേയറുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയെ രാഷ്ട്രീയമായി വേട്ടയാടാനുള്ള നിങ്ങളുടെ കൂട്ടുകൃഷിയാണോ കേരളം കാണുന്നത്? ഞാൻ അദ്ദേഹം പറഞ്ഞതിന് ഒന്ന് മറുപടി പറഞ്ഞോട്ടെ. കാരണം ഈ കമ്പനിയിൽ ഇതൊരു പൊതുമേഖലാ സ്ഥാപനം, കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനമാണ് KSIDC. ആ KSIDCക്ക് 13.4% ഷെയറുള്ള സ്ഥാപനമാണ് CMR. അതുകൊണ്ട് തന്നെ CMRൽ KSIDCയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അതായത് CMRലെ ഡയറക്ടർ ബോർഡിൽ KSIDCയുടെ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തി ഇരിക്കുന്ന ഡയറക്ടർ ബോർഡാണ്. ആ ഡയറക്ടർ ബോർഡ് മുഖ്യമന്ത്രിയുടെ മകളുമായി ഒരു ഇടപാട് നടത്തുമ്പോൾ ഇത് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഒക്കെ തന്നെ നടത്തണം. അതിനൊക്കെ കൃത്യമായ നിയമങ്ങളുണ്ട്. അത് AK സെൻറ്റർ തീരുമാനിക്കുന്ന നിയമമല്ല. ആ നിയമം നിർബന്ധമായും പഠിച്ചിരിക്കണം. കാരണം ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി എല്ലാ വർഷവും അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ, ഞാൻ ഉൾപ്പെടെ, ഞാൻ പറഞ്ഞില്ല, എനിക്കതിനകത്ത് 3 ഷെയറുണ്ട്. CMRൽ 3 ഷെയറുള്ള വ്യക്തിയാണ്. 265 രൂപയ്ക്കാണ് ഞാൻ ഷെയർ മേടിച്ചത്. ആ 3 ഷെയറുള്ള എന്നോട് പോലും ആനുവലി അവർ ചെലവാക്കുന്ന പൈസ കളങ്കമില്ലാതെ, കള്ളത്തരമില്ലാതെ അവർ ചെലവാക്കുന്നുവെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പബ്ലിക്, പ്രത്യേകിച്ച് ആനുവൽ മീറ്റിങ്ങിൽ അവരുടെ കണക്ക് സഹിതം അവതരിപ്പിച്ച് പറയേണ്ട ഒരു സ്ഥലത്ത് 182 കോടി രൂപയുടെ ക്രമക്കേട് ആ കമ്പനിയിൽ കണ്ടെത്തുന്നു. പോരാ, അത് ജനങ്ങളെ, ഞാൻ ഉൾപ്പെടെയുള്ള ഷെയർ ഹോൾഡേഴ്സിനെയും സർക്കാരിനെയും ബോധ്യപ്പെടുത്തണം. മാത്രമല്ല 25 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെയാണ്. ഈ 182 കോടി രൂപയിൽ 24.90 കോടി രൂപ സംസ്ഥാന സർക്കാരിന് അവകാശപ്പെട്ട പൈസയിൽ നിന്നാണ് 2.7 കോടി രൂപ ആ സംസ്ഥാന സർക്കാരിൻ്റെ തലവനായ മുഖ്യമന്ത്രിയുടെ മകൾ കൊണ്ടുപോയേക്കുന്നത്. ആ മകള് കൊടുത്ത, ആ കമ്പനിക്ക് കൊടുത്ത ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡ്, അവരുടെ ആളെന്നല്ല പറഞ്ഞത്, ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ ഈ പണം കൊടുത്തിട്ടുള്ളത് വീണ വിജയൻ്റെ കമ്പനിക്കല്ല, മറിച്ച് വീണ വിജയൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമിനൻ്റ് പൊളിറ്റീഷ്യന് വേണ്ടി കൈക്കൂലി കൊടുത്തതാണ് ഈ പണമെന്ന് ആ ഓർഡറിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് പിണറായി വിജയൻ അല്ലാതെ എക്സാലോജി കമ്പനിയായിട്ട് ബന്ധപ്പെട്ട പ്രൊമിനന്റ് പേഴ്സൺ രണ്ടാമതുള്ളത് മുഹമ്മദ് റിയാസാണ്. രാഷ്ട്രീയ പരാമർശങ്ങൾ വേണ്ടതുണ്ടോ എന്നത് മറ്റൊരു കാര്യമാണ്. ശ്രീ ഷോൺ ജോർജ്, അവിടെ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ അതിൽ എക്സാലോജിക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിൽ TVക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യം പറയുക എന്നുള്ളതാണ് ആ ഉത്തരവിന്റെ സ്വഭാവം. അത് ഒരു ജുഡീഷ്യൽ ബോഡിയുടെ ഉത്തരവാണ്. ആ ഉത്തരവിൽ രാഷ്ട്രീയ പരാമർശങ്ങൾ ഉള്ള ഇടത്താണ് ഇത് രാഷ്ട്രീയ വേട്ടയാണെന്ന് CPM പറയാൻ കഴിയുന്നത്. അല്ല, അതിന് കൃത്യമായിട്ട് പറയല്ലേ, ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ PCIT നടത്തിയ ഒരു അന്വേഷണമുണ്ട്, എൻക്വയറി റിപ്പോർട്ട്. ആ റിപ്പോർട്ടിലാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഓർഡറിന്റെ കോപ്പി എന്ന് പറയുന്നത് PCITയുടെ റിപ്പോർട്ട് സഹിതമാണ്. ആ റിപ്പോർട്ടിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ BJP ഉണ്ടാക്കിയതല്ലാതെ റിപ്പോർട്ട്. പിന്നെ ഇന്നലെ എന്തുകൊണ്ട് ഇത് വന്നു? ഇപ്പം നിങ്ങൾ പറയും ഇലക്ഷൻ സമയത്താണ് കേസ് വരുന്നതെന്ന്. ഇന്നലെ എന്തുകൊണ്ടായി കേസ് വന്നേ? കേരള ഹൈക്കോടതി തള്ളി 2 കേസ്. KSIDCയുടെയും ഞാൻ കൊടുത്ത കേസ് അവസാനിച്ചു. KSIDC കൊടുത്ത കേസ് ഹൈക്കോടതി തള്ളി. അതിനുശേഷം വീണയുടെ എക്സാലോജി കമ്പനി ബാംഗ്ലൂർ കൊടുത്ത കേസ് തള്ളി. അതിനുശേഷം ഡൽഹി കൊടുത്ത കേസ്. ആദ്യം ഇതിന് ഉത്തരവ് വരുന്നോടം വരെ, അല്ലെങ്കിൽ എൻക്വയറി, ഈ കോടതി ഉത്തരവ് വരുന്നോടം വരെ എൻക്വയറി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ഒരു മര്യാദ എന്ന നിലയിൽ എൻക്വയറി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഇത് വന്നിട്ട് പോരെ എന്ന് ഓപ്പൺ കോർട്ടിൽ ജഡ്ജി ചോദിച്ചപ്പോൾ മതി എന്ന് SFI സമ്മതിച്ചു. ആ ഓർഡർ 3 മാസം നീണ്ടു. ആ ജഡ്ജ് ട്രാൻസ്ഫറായി. ആ ട്രാൻസ്ഫറായി ജഡ്ജ് ആ കേസ് ലീവ് ചെയ്തപ്പോൾ ഇന്നലെ പുതിയ കോടതിയിൽ വന്നപ്പോൾ ഈ CMRൻ്റെ ഉദ്യോഗസ്ഥർ, CMRൻ്റെ ആര് പരാതി കൊടുത്ത് ആര് സ്റ്റേ ചെയ്താലും വീണയ്ക്ക് ഗുണമാണ് എന്നുള്ളത് വസ്തുത അവിടെ നിൽക്കട്ടെ. CMRൻ്റെ ഉദ്യോഗസ്ഥർ ഇതേ വാദം, BJPയുടെ ഒരു നേതാവാണ് ഡിഫാക്ടോ കംപ്ലൈൻറ്റ്, അതുകൊണ്ട് സ്റ്റേ വേണം, ആ വാക്ക് തന്നെ ഉപയോഗിച്ചത്. സ്റ്റേ വേണം, അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്ന സ്റ്റേ വേണമെന്ന് പറഞ്ഞ് സ്റ്റേ തരാൻ പറ്റില്ല, നിങ്ങളെ ഞാൻ കേൾക്കാം, അത് വെക്കേഷൻ ശേഷം കേൾക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ, അത് കഴിഞ്ഞ് ചെന്നൈ ഹൈക്കോടതിയിൽ അടുത്തടുത്ത് കൊണ്ട് കൊടുത്താൽ മതിയല്ലോ. ഇങ്ങനെ വണ്ടി നീണ്ടു പോകുമല്ലോ. ഇതിന്മേൽ കൃത്യമായ മോഷണം നടന്നിട്ടുണ്ട്. ആ മോഷണത്തിന്മേൽ നടപടി ഉണ്ടാവും. ഇതിൻ്റെ 1-ാം പ്രതി മുഖ്യമന്ത്രിയാണ്.
അദ്ദേഹത്തിന് തൽസ്ഥാനത്ത് ഒരു നിമിഷം പോലും തുടരാൻ അനുവാദം ഉണ്ടാകില്ല. ശരി.